ഓം സർവീതത്വമസി. എൻ്റെ ഗുരുപാദങ്ങളിൽ ആത്മപ്രണാമം. എല്ലാവർക്കും എൻ്റെ സ്നേഹപ്രണാമം. ജ്ഞാനം സർവ അജ്ഞാനമുക്തിപ്രകാശം, ജ്ഞാനം സർവവിദ്യാനിലീനസാരം, ജ്ഞാനം സർവകർമ്മജ്ഞാനപ്രധാനം, ജ്ഞാനം ജീവമുക്തി താരകസാധകം. ഇത് ഞങ്ങളുടെ ഗുരു ശ്രീ ശിവസായി എഴുതിയ വരികളാണ്. സത്യജ്ഞാനത്തെക്കുറിച്ചുള്ള അർത്ഥവത്തായ വരികൾ. മഹോന്നതമായ ഈ ജ്ഞാനത്തിൻ്റെ തലത്തിലെത്തിയാൽ അത് നമ്മൾ ബാഹ്യമായി കാണാതെ പഠിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതല്ല. നമ്മുടെ ഉള്ളുകൊണ്ട് ആ ജ്ഞാനസ്വരൂപൻ പ്രകാശിച്ചാൽ ഗുരുകൃപ കൊണ്ടും ആ വഴിയെ സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുൻ പറഞ്ഞ പോലെയൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി ആ വഴിയിലേക്ക് കടക്കുമ്പോൾ, ആ ജ്ഞാനം പ്രകാശിക്കുമ്പോൾ, ആ മഹോന്നതമായ അറിവിൻ്റെ തലത്തിലെത്തിയാൽ എല്ലാ ശക്തികളുടെ, എല്ലാ മണ്ഡലങ്ങളിലുമുള്ള ശക്തികളുടെ അനുഗ്രഹങ്ങൾ നമുക്ക് താനേ ഉണ്ടാകുന്നു. ഗുരു പറയുന്നുണ്ട്, ഈശ്വര സാന്നിധ്യം നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നു. ഒപ്പം അലസമായി ഓടി നടക്കുന്ന മനസ്സിനൊരു നിയന്ത്രണം വന്ന് ഏകാഗ്രത വർദ്ധിക്കുന്നു. വ്യക്തിത്വം വികാസം, അതുപോലെ തന്നെ ആ ഒരു തിരിച്ചറിവില്ലായ്മ, അറിവുണ്ട് എന്നാൽ നമുക്ക് പല സമയത്തും വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ് ഇല്ലാതെ പോകുന്നുണ്ട് അല്ലേ? തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് സാധിക്കും? നമ്മളുടെ ആ സത്യസന്ധമായ ധർമ്മം പാലിച്ചുകൊണ്ട് നമ്മളുടെ കർമ്മം എന്താണ്, നമുക്ക് വിധിക്കപ്പെട്ട കർമ്മം, അത് നല്ല ആത്മാർത്ഥതയോടെ ആ ഈശ്വര ആരാധന പോലെ ചെയ്ത് തീർക്കാനും ഉള്ള ഒരു തിരിച്ചറിവുണ്ട്. ജീവിക്കാനുള്ള ഒരു അറിവ് ഈ ജീവിത വഴിയിൽ നമുക്ക് കൂട്ടായി നിൽക്കുന്ന ആ പരമമായ വെളിച്ചം, അതിനു വേണ്ടുന്ന ജ്ഞാനം അത് നമുക്കുണ്ടാകും. അപ്പോൾ ഒരു അജ്ഞാനം അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇരുട്ട് നമ്മിൽ നിന്ന് വിട്ടുപോകുന്നു. അത് തന്നെ നമുക്ക് സർവ്വ ഐശ്വര്യമായി, നമ്മളുടെ അകത്താണ് ആദ്യം ഐശ്വര്യം അല്ലേ? ഐശ്വര്യമായി നമ്മുടെ കൂടെ ഉണ്ടാകുന്നു. ഒപ്പം പലർക്കും ആ ഒരു അജ്ഞാനത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് അവരുടെ പാകമായ മനസ്സാണെങ്കിൽ അവർക്കും നമുക്ക് വെളിച്ചം കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അതിനു വേണ്ടി തന്നെ നമുക്ക് ഗുരുവിനെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആ ഗുരു നൽകിയ വെളിച്ചം ഉള്ളുകൊണ്ട് പൂർണ്ണമായി വിശ്വസിച്ച് സ്വീകരിച്ചതുകൊണ്ടും ജീവിത പരിവർത്തനം നടത്തിയത് കൊണ്ടുമാണ് നമുക്ക് ആ വെളിച്ചമാകാനും വെളിച്ചത്തിലേക്ക് വരാനും വെളിച്ചത്തിലൂടെ സഞ്ചരിക്കാനും സാധിക്കുന്നത്. സംശയമില്ലാത്തൊരു മനസ്സിൻ്റെ ഉടമയാകണം നമ്മൾ. നിഷ്കളങ്കമായ ഒരു ഭക്തിയുടെ, അത് മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല, ഉള്ളുകൊണ്ട് നമ്മൾ സത്യസന്ധത പുലർത്തണം. ഉള്ളുകൊണ്ട് സത്യസന്ധത ഇല്ലാതെ നമ്മൾ പുറമെ ആദരവും ബഹുമാനവും ഭക്തിയും ഒന്നും കാണിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അത് നേരെ നെഗറ്റീവ് റിസൾട്ടായിരിക്കും നമുക്ക് തരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ കപട്യമൊന്നും ഇല്ലാതെ നമ്മളുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തി വീണ്ടും നമ്മൾ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും വാക്കാൽ നോക്കാൽ ചിന്തയാൽ എന്തെങ്കിലും തെറ്റുകൾ പിഴകൾ സംഭവിക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ നമ്മളത് ക്ലെൻസ് ചെയ്ത് മാറ്റിക്കൊണ്ട് ജീവിതം ഒരു മഹാസമർപ്പണമാക്കി മാറ്റുക. അപ്പോൾ അതൊക്കെ നമുക്ക് സാധിക്കുന്നത് ഈ ജ്ഞാനത്തിലെത്തുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ആ ആന്തരിക ലോകത്ത്, കാരണം നമ്മുടെ മനസ്സ് ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്നത് ഒരു മന്ത്രിയെ പോലെയാണെന്ന, രാജാവിൻ്റെ ആത്മാവിൻ്റെ ആ കുശാഗ്ര എന്താ പറയുക, ഒരു സൂത്രക്കാരനും കൂടിയാണ് അല്ലേ? അപ്പോൾ ആ സൂത്രക്കാരൻ എന്ന മന്ത്രിയുടെ മനസ്സിൻ്റെ കബളിപ്പിക്കപ്പെടുന്ന പ്രലോഭനങ്ങളിലൊന്നും പെടാതെ രാജ അധികാരത്തിൽ ആ ആത്മാവ് പ്രകാശിച്ചുകൊണ്ട് ആ രാജാവായി തന്നെ വാഴുന്ന ആ രാജയോഗം, ആ രാജയോഗ ശാസ്ത്രം, അത് നമുക്ക് ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്.
ഈ തലത്തിലെത്തിയാൽ നമുക്ക് ആത്മാവ് ധ്യാനത്തിലൂടെ പ്രകാശിച്ച് എന്നും ആ യോഗത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാം ആവശ്യമാണ്, ഒന്നിനെയും നമുക്ക് പിന്നെ വിമർശിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരു ശ്രീ ശിവസായി ഭക്തിമാർഗത്തിൽ അനവധി കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വളരെ രുചിയോടെ തന്നെ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പം രാജയോഗിയായി ആ ജ്ഞാനമുണ്ട്, ധ്യാനമുണ്ട്, പിന്നെ വേറൊന്നും വേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. എല്ലാം നമുക്ക് ആ ഭഗവാനെ, ശിവഭഗവാന്റെ കീർത്തനങ്ങൾ, ഈ പ്രപഞ്ചമാതാവിൻ്റെ കീർത്തനങ്ങൾ, ഒരുപാട് ഉപാധികൾ എല്ലാം ഗുരു ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗുരു എന്തുകൊണ്ട് ഗുരുവായിരുന്നു കൊണ്ട് ഇതൊക്കെ നമുക്ക് തന്നു? അതൊക്കെ ഓരോരുത്തർക്കും ആവശ്യം തന്നെയാണ്. പക്ഷെ അത് മുന്നേ നമ്മൾ ജ്ഞാനമില്ലാതെ ചെയ്യുന്നതും ജ്ഞാനം വന്നിട്ട് നമ്മൾ ആ ഭക്തി വിനയത്തോടെ സന്തോഷത്തോടെ നമ്മൾ അത് ചെയ്യുന്നതും വ്യത്യാസമാണ്. ഇനി ചെയ്തില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ആന്തരികമായ ആ നിഷ്കളങ്കമായി കാപട്യമില്ലാതെ ആ സത്യസന്ധമായ ആ ആന്തരിക ലോകത്തിൽ വിരാജിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ നമുക്കൊരു സന്തോഷം നൽകുന്നതാണ്, അതും മറ്റുള്ളവർക്ക് ഒരുപാട് ആശ്രയമാകുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഉപാധി മാർഗങ്ങളും ഗുരുവിൻ്റെ ഉപദേശപ്രകാരം സ്വീകരിച്ച് അത് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. പിന്നെ നമ്മളുടെ എല്ലാ ദേവന്മാരും അത് ബ്രഹ്മസ്വരൂപങ്ങൾ തന്നെയാണല്ലോ. ആ ബ്രഹ്മസ്വരൂപമാണെന്ന തിരിച്ചറിവും നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും. കൂടുതൽ നമുക്ക് അതിൻ്റെ ആ ചൈതന്യം ആസ്വദിക്കാൻ, അത് നന്നായി നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഈ ശാസ്ത്രത്തിൻ്റെ ഗുണങ്ങളാണ്. അപ്പോൾ നമ്മൾ മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആത്മജ്ഞാനത്തിൻ്റെ, ഈ ബ്രഹ്മജ്ഞാനത്തിൻ്റെ വഴിയിലേക്ക് വന്ന് നമുക്ക് അതിന് നമ്മൾ പാകപ്പെട്ട് അത് സ്വീകരിച്ച് നമ്മളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും പ്രാവർത്തികമാക്കുമ്പോൾ നമ്മളുടെ ജീവിതം ധന്യമാകുകയാണ്. ഒപ്പം നമുക്ക് ചെയ്യാനുള്ള കടമകളും കടപ്പാടുകളും ചെയ്തുകൊണ്ട് തന്നെ അത് കൂടുതൽ ആത്മസംതൃപ്തിയോടെയും ധർമ്മബോധത്തോടെയും ചെയ്യുവാനായിട്ട് നമുക്ക് ശക്തിയും നൽകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ ഗ്രേറ്റ് വിസ്ഡം അല്ലേ, മഹോന്നതമായ അറിവ്, വിജ്ഞാനം കരസ്ഥമാക്കുക. അപ്പോൾ ജ്ഞാനം എന്താണ്? സർവ അജ്ഞാനത്തിൽ നിന്നുമുള്ള മുക്തിയാണ് നമുക്ക് നൽകുന്നത്. പ്രകാശമായിട്ടാണ് ഇവിടെ ജ്ഞാനത്തെ ഗുരു പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഇരുട്ടിൽ നിന്നും, അറിവില്ലായ്മയിൽ നിന്നും, അന്ധവിശ്വാസങ്ങളിൽ നിന്നും, സ്വയം നമ്മെ തന്നെ തിരിച്ചറിവില്ലാതെ നമ്മൾ നമ്മെ തന്നെ പീഡിപ്പിക്കുന്ന ചില അവസ്ഥകളുണ്ട്. അതും മറ്റുള്ളവരെ എന്താ പറയുക, ശരിയായി മനസ്സിലാക്കാൻ കഴിവില്ലായ്മ, കർമ്മത്തിലുള്ള അസംതൃപ്തി, ഒരുപാട് അന്ധകാരമാണ് നമുക്ക് അല്ലേ. ആ അന്ധകാരത്തിൽ നിന്നുള്ളൊരു മുക്തിയാണ് ഈ പ്രകാശം എന്ന ജ്ഞാനം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ സർവ്വവിദ്യാ നിലീന സാരമാണ്. എല്ലാ വിദ്യകളും നമുക്ക് അഭ്യസിക്കാം, എല്ലാം നമുക്ക് ഉപകാരപ്പെടും. ഒക്കെ നമുക്ക് ജീവിക്കണം, പണം വേണം, ഭൗതികമായ സുഖങ്ങൾ, അതൊക്കെ ജോലിയെടുക്കണം, അതിന് അറിവ് വേണം. അതുപോലെ എന്ത് കർമ്മം ചെയ്യാനും അതിൻ്റേതായ അറിവ് വേണം അല്ലേ. ഒരുപാട് വിദ്യകളുണ്ട്, ശാസ്ത്രങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഓക്കെ, പക്ഷേ അതിൻ്റെ ഒക്കെ നിലീനമായിരിക്കുന്ന ഈ അന്തസത്ത എന്ന ആത്മസത്ത്, ആ ജ്ഞാനം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ നമുക്ക് പൂർണ്ണമായും ഉപകാരപ്പെടുകയുള്ളൂ, ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. ആസ്വദിച്ച് പഠിക്കാനും ആസ്വദിച്ച് കർമ്മം ചെയ്യാനും സാധിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിലും ഏത് വിദ്യകളുടെ ഉള്ളിലും നിലീനമായിരിക്കുന്ന ആ പരമപ്രധാനമായിരിക്കുന്ന ആ ജീവജ്ഞാനം, ആ സത്ത, എന്താ പറയുക, അതിൻ്റെ ഒരു ജീവനുണ്ട് അല്ലേ. അത് നമുക്കറിയണമെങ്കിൽ ഈ സത്യജ്ഞാനം കൂടിയേ തീരൂ. അതുപോലെ ജ്ഞാനം സർവ കർമ്മജ്ഞാനപ്രധാനം, കർമ്മങ്ങൾ ചെയ്യാനുള്ള. അപ്പോൾ ഓരോ വ്യക്തികൾക്കും പലതരത്തിലുള്ള കഴിവുകളാണ്, പലതരത്തിലുള്ള കർമ്മങ്ങളാണ് അല്ലേ. ആ കർമ്മം പ്രകാശിക്കാൻ നമുക്കും മറ്റുള്ളവർക്കും ആ കർമ്മം പ്രകാശിക്കുന്ന തരത്തിൽ കർമ്മം ചെയ്യുവാൻ അതിൻ്റെ ഉള്ളിലും നമുക്ക് ഈ പ്രധാനമായ ജ്ഞാനം ആവശ്യമാണ്. അപ്പോഴാണ് അത് ഡെവലപ്പ് ആവുക, നമുക്ക് ആത്മസംതൃപ്തി കിട്ടുക, മറ്റുള്ളവർക്കും സംതൃപ്തിയും സന്തോഷവും പ്രദാനം ചെയ്യാൻ സാധിക്കുക.
അതുപോലെ ജീവമുക്തി താരക സാധകമാണ്. നമുക്ക് ഈ സംസാര സാഗരത്തിൽ, ഈ സംസാരത്തിൽ വേൾഡ്ലി ലൈഫ്, മെറ്റീരിയൽ ലൈഫിൽ ജീവിക്കുമ്പോൾ അത് തരണം ചെയ്തു പോകാൻ അല്ലേ, ഒരുപാട് കാറ്റും കോളും ഒക്കെ കടന്നു വരും. അതിൻ്റെ ഇടയിൽ വ്യക്തിപരമായി നമ്മൾ കുടുംബത്തിലാണ് താമസിക്കുന്നത്, വ്യക്തിപരമായാലും കുടുംബപരമായാലും സമൂഹത്തിലായാലും തന്നെ നമുക്ക് പലതരത്തിലുള്ള സന്തോഷങ്ങളുടെ ഒപ്പം തന്നെ ഒരുപക്ഷെ അധികം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും പലതരത്തിലുള്ള വിഷമങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കാനും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും നമുക്ക് ഈ ജ്ഞാനം കൊണ്ട് സാധിക്കുന്നു. ഒപ്പം നമുക്ക് ആ മുക്തമായ പരമമായ ആനന്ദാവസ്ഥ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൈവരിക്കാനും ഈ ജ്ഞാനം നമ്മെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ മഹോന്നതമായ സത്യജ്ഞാനം, അതിനെ പിന്നെ രാജയോഗജ്ഞാനം, രാജയോഗശാസ്ത്രം എന്ന് തന്നെ നമുക്ക് വിളിക്കാം. അപ്പോൾ അതിനു വേണ്ടിയായിരിക്കട്ടെ, അപ്പോൾ നമുക്ക് ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് ഉപദേശം ലഭിച്ചു, ഗുരു നമുക്ക് തത്വങ്ങൾ തന്നു, ഗുരു എഴുതി വാചകങ്ങൾ തന്നു. പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും പരിശുദ്ധമായിരിക്കണം. പരിശുദ്ധമായ ജീവിതത്തിലാണ്, പരിഭാവനമായ ജീവിതത്തിലാണ് മനനം ചെയ്ത് നമ്മുടെ സൂക്ഷ്മമായ കുറവുകൾ നീക്കിക്കൊണ്ട് നമ്മൾ പവിത്രമായി തീരണം ഓരോ നിമിഷവും. അപ്പോൾ ജ്ഞാനം നമുക്ക് ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ തന്നെ അറിയാതെ പ്രകാശമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പവിത്രമായ ജ്ഞാനത്തിൻ്റെയും പവിത്രമായ സ്നേഹത്തിൻ്റെയും ഉടമകളാകാൻ സാധിക്കട്ടെ എന്ന് എൻ്റെ ഗുരുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സർവ്വലോകമാനവർക്കും ഗുരുനാമത്തിൽ ശാന്തിയും സമാധാനവും ഭവിക്കട്ടെ.